വെച്ചതൊക്കെ ഇന്ത്യൻ RCMന്റെ മുത്തുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ്. 2005 RCM എന്ന് പറയുന്ന ഈ കമ്പനിയുടെ പ്ലാൻ എൻ്റെ കയ്യിൽ തന്നിട്ട് അദ്ദേഹം എനിക്ക് തരുന്ന സമയത്ത്, ഞാൻ ആക്ച്വലി കോഴിക്കോടുകാരനല്ല, ഇപ്പം കോഴിക്കോടുകാരെന്നാ പറയാം. അന്ന് ഞാൻ മലപ്പുറം ജില്ലയിലാണ്, കോഴിക്കോടേക്ക് താമസം മാറ്റിയിട്ടില്ല. RCM ഏറ്റെടുത്തതിന് ശേഷമാണ് ഞാൻ കോഴിക്കോടേക്ക് താമസം മാറ്റുന്നത്. അതിനു മുമ്പ് ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ ആ കാലഘട്ടത്തിലുള്ള 6 മാസം കൂടുമ്പോൾ പൊളിയുകയും അതിൻ്റെ ലീഡേഴ്സ് പുതിയ കുപ്പായമിട്ട് പുതിയ നെറ്റ്വർക്കുമായിട്ട് വരികയും 6 മാസം കൊണ്ട് ലക്ഷപ്രഭു ആക്കിത്തരാമെന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ തന്ന് നമ്മുടെ ജീവിതത്തിലെ ആശകളെ അഭിലാഷകളെ ഇങ്ങനെ വെറുതെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് RCM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനവുമായിട്ട് അദ്ദേഹം എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വളരെ കഷ്ടപ്പെട്ട് നടക്കുന്ന ഒരു കാലഘട്ടം. ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, സ്വന്തമായിട്ട് വീടില്ല. വീട്ടിൽ 3 കുട്ടികൾ, 2 ഗവൺമെൻറ് ഗസറ്റഡ് ഓഫീസർമാർ, ഒരു പണിയില്ലാത്തതാണ്. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം വളരെയധികം ഉള്ളിലുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ പണമില്ല. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണമൊക്കെ അതിൻ്റെ മുമ്പേ ബിസിനസ് ചെയ്ത് പരിപൂർണമായിട്ടും തീർന്നു കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് RCMമായിട്ട് ഗോകുമാർ സാർ എൻ്റെ അടുത്ത് വരുന്നത്. കേട്ടിരിക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളൊക്കെ 6 മാസം കൂടുമ്പോൾ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കേരളത്തിലില്ല, സൗത്ത് ഇന്ത്യയിലില്ല, നോർത്ത് ഇന്ത്യയിലെ രാജസ്ഥാനിലുള്ള കമ്പനി. മലയാളം മാത്രം അറിയാവുന്ന ഞാൻ രാജസ്ഥാനിൽ പോയിട്ട് കമ്പനി എന്താണെന്ന് ഒന്നും പഠിക്കാൻ പറ്റില്ല. എനിക്ക് അവിടെ പോയിട്ട് അറിവുകൾ ശേഖരിക്കാൻ പറ്റില്ല. ഒറ്റ ചോദ്യം ചോദിച്ചു, സാർ ഈ കമ്പനിയിൽ എന്തുകൊണ്ട് എങ്ങനെ വിശ്വസിക്കാം? കമ്പനിയുടെ പ്രൊഫൈൽ പറയാം. അന്ന് 560 ഏക്കർ ഹെഡ് ഓഫീസ് ഇല്ല. 500 വിഷന് കമ്പനിയുടെ MD കണക്കാക്കിക്കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന പുതിയ 2000 ഏക്കർ ഇല്ല. 1000കണക്കിന് ഉൽപ്പന്നങ്ങളില്ല. സൗത്ത് ഇന്ത്യയിൽ ഔട്ട്ലെറ്റുകളൊന്നുമില്ല. എങ്ങനെ വിശ്വസിക്കാം? സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചോദിക്കൂലേ എങ്ങനെ ഈ കമ്പനി വിശ്വസിക്കാം? കാരണം നെറ്റ്വർക്കുമായ കമ്പനി വരുന്നു, ആളുകളെ പറ്റിക്കുന്നു, പോകുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ആൻസറാണ് എനിക്ക് തന്നത്. എന്താണ്? നിനക്കെന്താ പണി? ഒരു പണിയില്ലാന്ന്. പണി അന്വേഷിച്ച് നടക്കലാണ് പ്രധാനമായിട്ടും എൻ്റെ പണി. ഞാൻ ആരാണെന്നറിയോ? സാർ ഇന്ത്യൻ എയർഫോഴ്സിലാണെന്നറിയാം. അന്നും ഇന്നും ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാർക്ക് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ശരിയല്ലേ? ഇന്ത്യൻ എയർഫോഴ്സിലെ 15 വർഷം പൂർത്തിയായ എൻ്റെ ജോലി ഞാൻ VRS എഴുതി കൊടുത്തു കഴിഞ്ഞു. എന്തിനു വേണ്ടി? RCM എന്ന് പറയുന്ന ഈ മഹത് പ്രസ്ഥാനം ചെയ്യാൻ വേണ്ടി എൻ്റെ ജോലി ഞാൻ രാജിവെക്കും. ഞാനിങ്ങനെ നോക്കി, ഇയാൾക്ക് തൂക്കണമൊന്നുമില്ലല്ലോ തലയ്ക്ക്. ഇന്ത്യൻ എയർഫോഴ്സിലെ ജോലി രാജിവെച്ചിട്ട് ഒരു നെറ്റ്വർക്കിലേക്ക് വരുവാണ്. അടുത്തത് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ കൂടെ വരും, ഞാൻ ലക്ഷപ്രഭു ആക്കി തരാം എന്ന് അദ്ദേഹം പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നീ അല്ലെങ്കിൽ മറ്റൊരാൾ എൻ്റെ കൂടെ വരും. എൻ്റെ കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ അടുത്ത 3 വർഷം കഴിയുമ്പോൾ നിന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന ആൾ നീയായിരിക്കും. എന്താ പറഞ്ഞത്? കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ. എൻ്റെ ഗ്രേറ്റ് 2 ലെജൻഡുമാർ RCM എനിക്ക് തന്ന, അതിനുശേഷം എനിക്ക് മുമ്പേ കൊടുത്തിരിക്കുന്ന മുർസാർ, എന്നെ വളർത്തി വലുതാക്കി ഈ പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്ന 2 ലീഡർമാരുടെയും മുമ്പിൽ അഭിമാന പുരസ്സരം പറയുകയാണ്. ഒരു വാടക വീട്ടിൽ കോഴിക്കോട് ജില്ലയിൽ വന്ന് 2005 RCM ആരംഭിച്ച ഞാൻ ഇന്ന് ഒരു പക്ഷേ എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന വ്യക്തിയായിരിക്കും. എനിക്കറിയാം കോഴിക്കോട് ജില്ലയിലെ ഡിസ്ട്രിക്ട് കളക്ടർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻകം ടാക്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു ഓഡിറ്റർ ഉണ്ട്. ഓഡിറ്റർക്ക് ഒരു വർഷം എൻ്റെ മൊത്തം ഇൻകം ടാക്സ് ഓഡിറ്റ് ചെയ്ത് കൊടുക്കാൻ അയാൾ 1 ലക്ഷം രൂപ ഫീസ് വാങ്ങിക്കുന്നുണ്ട്. ഓഡിറ്റിന് വേണ്ടിയിട്ട്, മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യാനോ മറ്റുള്ള ഒരു കാര്യത്തിനും അല്ല. ഞാൻ തുടങ്ങിയ ഷോപ്പ് ഇന്ന് എനിക്കറിയാം ഒരു മാസം 2 ലക്ഷം രൂപ എനിക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നുണ്ട്. എനിക്ക് ഏൽപ്പിച്ചു തന്ന RCM എന്ന് പറയുന്ന ഈ മഹത് പ്രസ്ഥാനത്തിലൂടെ ഇന്ത്യയിലെ ഒരു കോലീഡർ തന്നാൽ നിങ്ങൾക്ക് ആലോചിക്കാവുന്ന കാര്യമുള്ളൂ. ഇന്ന് ഈ കോഴിക്കോട് ജില്ലയിൽ വാടകയ്ക്ക് വന്ന ഞാൻ സ്വന്തമായിട്ട് 2 വീടുകളുടെ അധിപനാണ്. ഇതാ ഈ ഇവിടെയുള്ള സീനിയർ ലീഡേഴ്സിനൊക്കെ അറിയാം, കോഴിക്കോട് കോർപ്പറേഷനുള്ളിൽ 20 സെൻറ്റ് സ്ഥലത്ത് അതിഗംഭീരമായിട്ടുള്ള ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. പിടിവലിയാണ് അവിടെ റൂം കിട്ടാൻ വേണ്ടി ആളുകൾ, പിടിവലിയാണ്. അത്ര പ്രൈം സെൻറ്ററിലാണ്. ഇതെല്ലാം RCM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് പറ്റിയെങ്കിൽ 2005 എനിക്ക് അദ്ദേഹം തന്ന വിഷൻ, ആ വിഷനെ പിന്തുടർന്നുകൊണ്ട് കഴിഞ്ഞ 21 വർഷമായിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ RCM പ്രസ്ഥാനത്തിന് കൂടിയുള്ള പ്രവർത്തനം, ഇത് രണ്ടുമാണ്. അങ്ങനെ ഒരു വിഷൻ അദ്ദേഹത്തിന് അന്ന് എനിക്ക് തരാൻ പറ്റിയതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്.
എൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമുക്കൊക്കെ എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ബിഗ് ക്ലാപ്പോട് കൂടിയിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ജയ് ആസിയ. വെൽക്കം ഗോകുമാർ. ജനജനത്തെ വിളിച്ചുണർത്തി സേവനവും സൗഹൃദവും വളർത്തി ഹൃദയമേ ഹൃദയത്തിലും ഒരുവൻ നിർബന്ധത്തിലല്ല, സാഫല്യം ദൂരത്തിലല്ല, ഇതാണ് അദ്ഭുത പ്രയാണം സ്വപ്നം. താങ്ക് യു സർ. താങ്ക് യു. JRCM സുവിസാറിന് വീട് രണ്ടാണെങ്കിലും ഒരു ഭാര്യയേ ഉള്ളൂ. എനിക്കും മൂർത്തി സാറിനും ഒക്കെ കേരളത്തിൽ ബിസിനസ് ബിൽഡ് ചെയ്യാനൊരു അവസരം ഇത്രയും വലിയ രീതിയിൽ ഉണ്ടാക്കി തരാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരനാണ് സുവിസാർ. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ കണ്ണും പൂട്ടി ഞങ്ങൾ കേരളത്തിലേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് അത് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പല ഭാഗങ്ങളിൽ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് ഈ ബിസിനസ് കൊണ്ടുപോകാൻ സാധിച്ചു. ഇന്നും കേരളത്തിൽ കാലങ്ങൾ കടന്നുപോയെങ്കിൽ 21 വർഷം കടന്നുപോയാലും RCM കേരളത്തിൽ അങ്ങനെയൊന്നും എവിടെയും ഒന്നും എത്തിയിട്ടില്ല. ഇന്ന് ഏതാണ്ട് ഒരു മാസം ഒരു 10-30 കോടിയോളമൊക്കെ ബിസിനസ് ഇന്ന് കേരളത്തിൽ നടക്കുന്നുള്ളൂ ഒരു മാസം. കറക്റ്റല്ലേ? ഒരു 30-35 ക്രോർസിൻ്റെ ബിസിനസ്സേ ഒരു മാസം ഇപ്പം നടക്കുന്നുള്ളൂ. അത് 3000-4000 കോടികളിലേക്ക് ഒരു മാസം ബിസിനസ് നടക്കുന്നതിലേക്ക് കേരളത്തിൽ വളരും. അപ്പം അതിൻ്റെ ഒക്കെ ഒരു തുടക്കം, ഒരാരംഭം ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ എന്താണ് ഈ മീറ്റിങ്ങുകളും ഇതൊക്കെ. ഒരു അടുത്ത കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നു 7 ഡിപ്പോ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വന്ന് ഗോഡൗൺ എന്ന് പറയുന്നത്, ഡിപ്പോ എന്ന് പറയുന്നത് വെയർ ഹൗസ്, പ്രോഡക്റ്റുകൾ വന്ന് സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലം കേരളത്തിൽ ഇന്ന് 7 എണ്ണം ഉണ്ട്. എല്ലാ ജില്ലകളിലും നമുക്ക് ഡിപ്പോ ആവശ്യം. കഴിഞ്ഞ 21 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഏതാണ്ട് 7 ഡിപ്പോ വന്നു. ഇനി അടുത്ത വളരെ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും ഡിപ്പോ വരും. കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? 14 ജില്ല. അപ്പം കഴിഞ്ഞ 21 വർഷം കൊണ്ട് നമുക്ക് 7 ജില്ലകളിൽ ഡിപ്പോ കൊണ്ടുവരാൻ പറ്റി. ഇനി അടുത്ത 4-5 വർഷം കൊണ്ട് അടുത്ത 7 ജില്ലകളിലും വരും. അതിന് വലിയ കാലതാമസമൊന്നുമില്ല. ഇനിയിപ്പോൾ പെട്ടെന്നാണ് കാര്യങ്ങൾ നടക്കുക. ഞങ്ങൾ 21 വർഷങ്ങൾ കൊണ്ട് ഇത് ഉന്തി തള്ളിയാണ് അങ്ങോട്ട് എത്തിച്ചത്. അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ കൈ തരാൻ വേണ്ടിയിട്ട് ഇവിടെ മറ്റൊരു സംവിധാനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു മൂർത്തി സർ? ഇല്ല, ഒരു സംവിധാനങ്ങളും നമുക്ക് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തന്നെ തള്ളണം ഇതെല്ലാം. പോലീസുകാരെ ഭയപ്പെടണം, ഇവിടുത്തെ നിയമ നടപടികളെ ഭയപ്പെടണം, ഇവിടുത്തെ മറ്റ് നെറ്റ്വർക്ക് ഇൻഡസ്ട്രിക്കാരെ ഭയപ്പെടണമായിരുന്നു. പലരെയും ഭയപ്പെട്ടും കൊണ്ട് ഒളിച്ചും പാത്തുമൊക്കെയാണ് ഞങ്ങൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നിരുന്നത് കഴിഞ്ഞ 21 വർഷം. ഇന്ന് കാര്യം മാറി. ഇന്ന് ഞങ്ങളോടൊപ്പം ഈ ബിസിനസ് മുന്നോട്ട് തള്ളാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൂടി നമ്മളൊപ്പം കൂടിയിരിക്കുകയാണ്. ഈ സംവിധാനം ഈ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു നിയമത്തിൻ്റെ കൂടെ നിന്ന് ഈ ബിസിനസ്സിനെ പറ്റി പഠിക്കാൻ വേണ്ടി അതിനോടൊപ്പം നിന്ന് സർക്കാരിനോട് സഹായിച്ചിരുന്ന ഒരു പേഴ്സണാലിറ്റി നമ്മളോടൊപ്പം ഉണ്ട്. വേണു സർ ഒന്ന് എണ്ണീറ്റ് നിന്ന് കൈയൊന്ന് വീശിക്കുക.
പോലീസ് ഇൻസ്പെക്ടറായിരുന്നു. പിരിയുന്ന സമയത്ത് സർക്കിൾ ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിലാണ് അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. അദ്ദേഹം ഗവൺമെൻറ്റിനോടൊപ്പം കൈ കോർത്തുകൊണ്ട് ഇന്ത്യയിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് നടക്കുന്ന ഏറ്റവും ജെനുവിനായിട്ടുള്ള, എത്തിക്കലായിട്ടുള്ള കമ്പനികളെ വേർതിരിച്ച് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഇന്ന് അദ്ദേഹം RCMൽ സ്റ്റാർ എമറാൾഡ് എന്ന് പറയുന്ന പൊസിഷനിലെത്തി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് RCM എന്ന് പറയുന്നത് മറ്റൊരു ലെവലിലേക്ക് കയറി. ആദ്യകാലങ്ങളിൽ നമ്മൾ ആളുകളെ എങ്ങനെ RCMലേക്ക് കൊണ്ടുവരണം എന്നായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെ ഒരു ആളെ RCMലേക്ക് കൊണ്ടുവരാം. ഇന്ന് അതൊക്കെ പോയി. ഇന്ന് നമ്മുടെ മക്കളെ എങ്ങനെ RCMലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഇവിടെ പുതിയ ആൾക്കാർ കുറച്ച് പേര് കാണും. എത്ര പേരുണ്ട് ഫസ്റ്റ് ടൈം ഒരു RCMൻ്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്? വെരി ഗുഡ്. മോസ്റ്റ് വെൽക്കം ടു RCM ബിസിനസ്, RCM ഫാമിലി. വലിയ ഒരു കുടുംബമാണ്. മേലെ എത്ര പേരുണ്ട് പുതിയതായിട്ട് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്? വെരി ഗുഡ്, മോസ്റ്റ് വെൽക്കം. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്ന് ഈ പ്രോഗ്രാം കേൾക്കുമ്പം മാർക്കറ്റിംഗ് പ്ലാൻ തൊട്ട് കുറച്ച് പ്രോഡക്റ്റുകൾ മനസ്സിലാക്കി, നമ്മുടെ ശ്രീജിത്ത് സാർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, സക്സസ്സിലേക്ക് വേണ്ട കുറച്ച് സ്റ്റെപ്സൊക്കെ നമ്മൾ കേട്ടു. ഇന്ന് പുതിയതായിട്ട് വന്ന ആൾക്കാർ പിന്നെ അതേപോലെ ഓൾറെഡി RCMലുണ്ട്, പക്ഷെ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ചെയ്യണോ വേണ്ടയോ എന്ന് ഉറച്ചൊരു തീരുമാനമെടുക്കാതെ പുറപ്പുറത്തിരിക്കുന്ന ചില ആൾക്കാർ അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം. അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടി പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ചെയ്യണോ വേണ്ടയോ, ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനമല്ല എടുക്കേണ്ടത്. ഞാൻ RCM ബിസിനസ്സിലേക്ക് വന്നാൽ, ഈ ഒരു സംവിധാനത്തിലേക്ക് ഞാൻ കൈ കോർത്താൽ എങ്ങനെ എൻ്റെ കുടുംബത്തിനെ ഒരു സുരക്ഷിത പാതയിൽ കൂടി എൻ്റെ മക്കളെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത തലമുറ എങ്ങനെ ഇതിൽ കൂടി എനിക്ക് സംരക്ഷിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇന്ന് ഇതിൽ കൂടി നിങ്ങൾക്ക് വീണ്ടെടുക്കൽ അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഞാൻ RCMലേക്ക് വന്നപ്പോൾ സുജിത് സാർ പറഞ്ഞു, എയർഫോഴ്സിലായിരുന്നു. മൂർത്തി സാറ് ഞാനൊക്കെ ബാംഗ്ലൂരിലായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച്. അദ്ദേഹം അന്നും അദ്ദേഹത്തിന് കൊടുക്കുന്ന പണികളിൽ വളരെ സിൻസിയറായിരുന്നു. ഞാനും മൂർത്തി സാറുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പുറത്താണ് പ്ലാൻ കൊടുത്ത് അന്ന് എന്നെ മൂർത്തി സാർ ജോയിൻ ചെയ്തത്. എനിക്ക് പ്ലാൻ പറയാൻ അറിയുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് സമർത്ഥമായിട്ട് പ്ലാൻ പ്രസൻറ്റ് ചെയ്തുകൊണ്ടൊന്നുമല്ല മൂർത്തി സാർ ജോയിൻ ചെയ്തത്. ഞങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം 1500 രൂപയിൽക്കാളും എത്രയോ വാല്യുബിൾ ആയിട്ടുള്ള റിലേഷനായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. ആ റിലേഷൻ്റെ പുറത്താണ് അദ്ദേഹം ജോയിൻ ചെയ്തത്. അതേപോലെ തന്നെ എനിക്ക് കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത് രാജേട്ടൻ ഒന്ന് എണ്ണീറ്റ് കൈവീശു. എൻ്റെ കേരളത്തിലെ ആദ്യത്തെ ജോയിനിങ്ങാണ്. അപ്പം എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കൂടി. ഞാൻ ആളുകളോട് പറയുന്നു അവർ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സുജിത് സാറും JP സാറും കൂടി എൻ്റെ മുന്നിൽ വന്ന് പെടുന്നത്. അവരോട് പ്ലാൻ പറഞ്ഞു, അവർ ജോയിൻ ചെയ്തു. പിന്നെ പിന്തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ആരെ കണ്ടാലും പ്ലാൻ പറയും, കല്ലിനെ കണ്ടാലും പ്ലാൻ പറയും, നായിനെ കണ്ടാലും പ്ലാൻ പറയും. പിന്നെ പ്ലാനോട് പ്ലാനാണ്, ഓടി നടന്ന് പ്ലാൻ പറയും. കേരളത്തിൽ, തമിഴ്നാട്ടിൽ, കർണാടകയിൽ ഭാഷയൊന്നും അറിയില്ല. നമ്മൾ പ്ലാൻ പ്രസൻറ്റേഷൻ ചെയ്യുന്ന കോൺഫിഡൻസ് കണ്ടിട്ട് മുന്നിലിരിക്കുന്ന ആൾ പേടിച്ച് ജോയിൻ ചെയ്യും. പല ആളുകളും പ്ലാൻ പറയുന്ന സമയത്ത് ഇങ്ങനെ പേടിച്ചാ ജോയിൻ പറയുക. ഇനിയിപ്പോൾ മുന്നിലിരിക്കുന്ന ആൾ എന്ത് വിചാരിക്കും, അയാൾ എന്ത് വിചാരിച്ചോട്ടെ. ആ രീതിയിൽ നമുക്ക് പ്ലാൻ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയാൽ ആരെയും നമുക്ക് RCMൽ കൊണ്ടുവരാൻ പറ്റും. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. RCM ഒരു വലിയ അവസരം നമുക്ക് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിൽ കൂടി തന്നിരിക്കുകയാണ്. ബിഗ് ഓപ്പർച്യൂണിറ്റി. ഇത് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന സിസ്റ്റം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതെങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വന്നത്?
2016 ഗവൺമെൻറ് ഇതിനൊരു ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്നത്. RCM തുടങ്ങിയത് എപ്പോഴാണ്? 2000 RCM തുടങ്ങി 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഗവൺമെൻറ് ഇതിനൊരു ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്നത്. റെഗുലേഷൻസിൽ കൊണ്ടുവന്നിട്ടില്ല, ഒരു ഗൈഡ് ലൈൻസ്, ഒരു മാർഗനിർദ്ദേശം, ഇങ്ങനെ ആവാം. 2019 ഡയറക്റ്റ് സെല്ലിങ്ങിന് ഒരു റെഗുലേഷൻസ്, ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴി ഒരു റെഗുലേഷൻസ് കൊണ്ടുവരുന്നത് 2019. അതായത് RCM തുടങ്ങി 19 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊരു റെഗുലേഷൻസിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഇന്ന് ഒറ്റയ്ക്കല്ല തള്ളുന്നത്, നമ്മുടെ കൂടെ തള്ളാൻ ഗവൺമെൻറ് കൂടി നമ്മുടെ കൂട്ടത്തിൽ കൈ കോർത്തിട്ടുണ്ട്. 2023 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ അമെൻമെൻറ്റ് കൊണ്ടുവന്ന് 1986 ഉണ്ടായിരുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്ന് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന സിസ്റ്റം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലേക്ക് ഒരു ആഡ് ചെയ്തു. അങ്ങനെ 1986 ഉണ്ടായിരുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് 2023 മാറ്റി എഴുതപ്പെടുകയാണ് ഡയറക്റ്റ് സെല്ലിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് RCMൻ്റെ വരവും RCMൻ്റെ പ്രവർത്തനങ്ങളും. 1977 ഫാഷൻ ഷൂട്ടിങ്സ് എന്ന് പറയുന്ന വലിയൊരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നടത്തിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് 2000 RCM എന്ന് പറയുന്ന ഈ ബ്രാൻഡ് നമുക്ക് വേണ്ടി ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 2023 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലേക്ക് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻക്ലൂഡ് ചെയ്ത സമയത്ത് അതിൽ വന്ന അമെൻമെൻറ്റ്സുമായിട്ട് നമ്മുടെ കമ്പനിക്ക് ലീഗൽ ബോണ്ടിങ്സ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പേരിൽ ഒരു ചെറിയ മാറ്റം വരുത്തി. RCM കൺസ്യൂമേഴ്സ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ മാറ്റം വന്നത് 2023 ഈ ഒരു മാറ്റത്തോടു കൂടി RCM 100% ഗവൺമെൻറ് ഗൈഡ് ലൈൻസുമായിട്ട് ഇന്ന് ഒത്തുചേർന്ന് പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയായിട്ട് മാറി. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ വെബ്സൈറ്റ്സ് ഉണ്ട്. www.consumerhelpline.gov.in. ഇത് ഡയറക്റ്റ് സെല്ലിങ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന വെബ്സൈറ്റാണ്. അതേപോലെ തന്നെ RCMൻ്റെ ഇൻഫർമേഷൻ അറിയാൻ rcmworld.com. നമുക്ക് RCMൽ ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ സക്സസ് വേണ്ടേ? വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രി, ഇതിനകത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കമ്പനികളുണ്ട് ഇന്ത്യയിൽ. അതിനകത്ത് വളരെ കുറഞ്ഞ കമ്പനികൾ മാത്രമേ ഉള്ളൂ ഈ ലീഗൽ ബൈൻഡിങ്സുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന കമ്പനികൾ, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഗുണമുള്ള പ്രോഡക്റ്റുകൾ തരുന്ന കമ്പനികൾ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മുടെ ഈ ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തിലെ സക്സസ്സിന് 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കമ്പനിയാണെങ്കിൽ 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ 50% എന്താണ്? നമ്മൾ ഏത് കമ്പനിയിലാണോ ജോയിൻ ചെയ്യുന്നത് ആ കമ്പനിയുടെ അസ്തിത്വം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ബേസ്, ആ കമ്പനി എത്ര സ്ട്രോങ് ആണ്. കമ്പനി സ്ട്രോങ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കമ്പനി സ്ട്രോങ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ കമ്പനി നിലനിൽക്കില്ല. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, കമ്പനി ഓടിപ്പോകുന്നു, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, കമ്പനി ഓടിപ്പോകുന്നു. അങ്ങനെ ഓടിപ്പോയ കമ്പനികളാണ് കൂടുതൽ. നിലനിൽക്കുന്ന കമ്പനികൾ വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ ഒരാൾ RCM എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ അദ്ദേഹം വളരെ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഓടിപ്പോകാത്ത നല്ലൊരു കമ്പനി സെലക്ട് ചെയ്യുക. ചൂസിങ് ദ റൈറ്റ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി. 50% നമ്മൾ വിജയിച്ചു. കണ്ണ് കണ്ട തട്ടിപ്പ് കമ്പനികളാണ് നമ്മൾ പോയി കൈവയ്ക്കുന്നതെങ്കിൽ നമ്മളെ തട്ടി കുഴിമാടത്തിലാക്കിയിട്ട് ആ കമ്പനി പോകുള്ളൂ. നമുക്ക് ജീവിക്കാൻ പ്രയാസം വരുന്ന രീതിയിലേക്ക് കമ്പനികൾ മാറ്റും. അങ്ങനെ പോയ എത്രയോ ആളുകളുണ്ട്. അതിൻ്റെ കേസും വയ്യാവേലികളുമായിട്ട് ഇന്നും
നമ്മുടെ കേരളത്തിൽ ഫോൺ നമ്പറുകൾ മാറ്റി 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 വീടും കുടിയും ഒക്കെ വിട്ട് ഇന്നും ഒളിച്ചും പാത്തും ജീവിക്കുന്ന ഇഷ്ടം പോലെ നെറ്റ്വർക്ക് ലീഡേഴ്സ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് കമ്പനികൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല കമ്പനി നോക്കി സെലക്ട് ചെയ്യണം. നല്ല കമ്പനി നോക്കി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ ആ കമ്പനിയോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് നോക്കാം, ഇന്ന് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും എന്തുകൊണ്ട് ഞാൻ RCM എന്ന് പറയുന്ന ഈ സിസ്റ്റം ചൂസ് ചെയ്യണം. വൈ ഷുഡ് ഐ ചൂസ് RCM? ലക്ഷക്കണക്കിനും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കമ്പനികൾ ഉണ്ടെങ്കിൽ ഞാൻ RCM എന്തിനു എടുക്കണം? വൈ ഷുഡ് ഐ ഡു RCM? അല്ലെങ്കിൽ RCMൽ ഓൾറെഡി ഉള്ള ആളുകൾ എന്തുകൊണ്ട് ഞാൻ ഈ RCMൽ തന്നെ നിൽക്കണം? എനിക്ക് പല ഓപ്ഷൻസ് ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട്? ഇന്ന് ഇവിടെ ഈ ബാഡ്ജിൻ്റെ മേലെ എഴുതിയിട്ട് 25 സക്സസ്ഫുൾ ഇയേഴ്സ്. ഇവിടെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു 25 ഇയേഴ്സ്. 25 വർഷം പിന്നിട്ട ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഇന്ത്യയിൽ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് RCM മാത്രമേ ഉള്ളൂ. ലോങ് ടേം ഇൻ ദ ഇൻഡസ്ട്രി. 25 വർഷത്തിൽ കൂടുതലായി നമ്മൾ 26ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചു. ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയും ഒരു 90-95% ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളും ആദ്യത്തെ 2-3 വർഷത്തിൽ അടച്ചുപൂട്ടിപ്പോയ കഥകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് നമ്മൾ RCMൻ്റെ പ്ലാൻ പറയുമ്പോഴും പലർക്കും പേടിയാണ്. ഇനി കുട്ടികളെ ഞാൻ RCMലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും വരുമാനം കിട്ടുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു കാരിയർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. RCM എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ 25-ൽ കൂടുതൽ ഇന്ന് 26ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ് RCM. രണ്ടാമത്തെ കാര്യം, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ. 100 കണക്കിന് കമ്പനികൾ, 100 കണക്കിന് ഫാക്ടറികൾ, പ്രൊഡക്ഷൻ യൂണിറ്റുകൾ RCMന് സ്വന്തമായിട്ടുണ്ട്. 100 കണക്കിന് ഏക്കറിൽ പടർന്ന് വിശാലമായി കിടക്കുന്ന ഹെഡ് ഓഫീസ് ഭിൽവാര, രാജസ്ഥാനിൽ. 100 കണക്കിന് ഏക്കറിൽ ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റിലാണ് അവിടെ ഓരോ കമ്പനികൾ. നമ്മുടെ ഹെഡ് ഓഫീസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പെയിൻറ് ഫാക്ടറി കാണാം, ഗോതമ്പ് പൊടിക്കുന്ന ഫാക്ടറി കാണാം, ചായപ്പൊടിയുടെ ബ്ലെൻഡിങ്ങും ഒക്കെ ചെയ്യുന്നത് കാണാം, തുണി മില്ലുകൾ കാണാം, സോപ്പ് മാനുഫാക്ചർ ചെയ്യുന്നത് കാണാം. മാനുഫാക്ചറിങ് യൂണിറ്റുകൾ നമുക്ക് ഹെഡ് ഓഫീസിൻ്റെ ഉള്ളിൽ കാണാം. സാധാരണ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു AC ഇട്ട് ഒരു റൂം ഉണ്ടാവും. അതിനകത്ത് ഒരു ക്യാബിനിൽ മാനേജിങ് ഡയറക്ടർ ഇരിക്കുന്നുണ്ടാവും, വേറൊരു ക്യാബിനിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടാവും, കുറച്ച് പേര് കമ്പ്യൂട്ടറായിട്ട് ഇരിക്കുന്നുണ്ടാവും. അവിടെയൊന്നും ഒരു മാനുഫാക്ചറിങ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇന്ത്യയിലെ 99.99% നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളുടെ ഹെഡ് ഓഫീസും ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. RCMന് മാത്രമേ നിങ്ങൾക്കൊരു ഹെഡ് ഓഫീസിൻ്റെ ഉള്ളിൽ വന്നിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. ഈ പ്രൊഡക്ഷൻ യൂണിറ്റുകളും ഈ ഗോഡൗണുകളും ഇന്ന് കോഴിക്കോട് ടൗണിൽ തന്നെ, കോഴിക്കോട് സിറ്റിയിൽ തന്നെ, കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ 2 ഗോഡൗണുകളാണുള്ളത്. ഒന്ന് ബീച്ചിലുണ്ട്, ഒന്ന് ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ഒരു സ്ഥലമൊക്കെ പർച്ചേസ് ചെയ്ത് ഒരു ഗോഡൗൺ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മെയിൻ NHൽ, മെയിൻ ഹൈവേയിൽ. ചെങ്ങന്നൂർ നമ്മുടെ സ്വന്തം സ്ഥലമാണ്. നമ്മൾ RCMൻ്റെ സ്വന്തം സ്ഥലം 25ഓളം സെൻറ്റ് സ്ഥലം വാങ്ങി അവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്ത് സ്വന്തമായിട്ടുള്ള വെയർഹൗസ്, ഓൺ സ്ഥലം. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചേഴ്സിന് വേണ്ടിയിട്ട് കമ്പനി കോടിക്കണക്കിന് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നിവിടെ പുതിയതായിട്ട് വന്ന ആൾക്കാരോട് ഞാൻ പറയാണ്, കമ്പനി കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് കമ്പനി ആവശ്യപ്പെടുന്നത് 1 രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടെന്നാണ്. നിങ്ങൾ RCMലേക്ക് കടന്നു വരിക, പ്രവർത്തിക്കുക. നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള സമയം, നമ്മുടെ കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചറും ഇൻവെസ്റ്റ്മെൻറ്റുകളും നമ്മുടെ പ്രോഡക്റ്റുകളും കണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം, കുറച്ച് സമയം RCMന് വേണ്ടി ഒന്ന് ഒതുക്കി വയ്ക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. പണം വേണ്ട, കാശ് വേണ്ട. Am I right? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? നമ്മൾക്ക് RCMലേക്ക് വരാനോ RCMൽ പ്രവർത്തിക്കാനോ കാശ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപ ഇന്ത്യയിൽ ആകമാനം
ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് RCMനെ സെലക്ട് ചെയ്യാം. ഇവർക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് ഓടിപ്പോകാൻ കഴിയില്ല. അത്രയ്ക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർ ചെയ്തു കഴിഞ്ഞു ഓൾറെഡി. നമുക്ക് ഏത് സമയം വേണമെങ്കിലും RCM വിട്ടു പോകാം. എന്തുകൊണ്ടാ നമ്മളൊന്നും ഇട്ടിട്ടില്ലല്ലോ, ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനോടൊപ്പം നമുക്ക് RCM ചെയ്യാം. ഇപ്പം ചെയ്യുന്ന ബിസിനസ്സിനോടൊപ്പം RCM ബിസിനസ് ചെയ്യാം. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ഒഴിവാക്കിക്കൊണ്ട് RCMലേക്ക് വരേണ്ട ആവശ്യമില്ല. ഇപ്പം ചെയ്യുന്ന ബിസിനസ് ഒഴിവാക്കിക്കൊണ്ട് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടാത്തതുകൊണ്ട് ആ ബിസിനസ് ഒഴിവാക്കിക്കൊണ്ട് RCMലേക്ക് വരേണ്ട ആവശ്യമില്ല. അതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് RCMലേക്ക് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തരാനായിട്ട് വലിയ റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ്, അതിൽ കുറച്ച് പ്രോഡക്റ്റുകൾ നമ്മുടെ ശ്രീ സർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനു മുമ്പ് വന്ന നമ്മുടെ ലീഡർമാർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 4000-ൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഇഷ്ടം പോലെ. നമുക്ക് ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നത് വരെ നമുക്ക് വേണ്ട പ്രോഡക്റ്റുകൾ, നമുക്ക് ഉടുക്കാനും ഇടാനും കിടക്കാനും പുതയ്ക്കാനും ഒക്കെയുള്ള ബെഡ്ഷീറ്റുകൾ തുടങ്ങി, വീട്ടിൽ കൊതുകിൻ്റെ ശല്യമുണ്ടെങ്കിൽ, അയൽവാസികളുടെ ശല്യമല്ല, കൊതുകിൻ്റെ ശല്യമുണ്ടെങ്കിൽ ആ കൊതുകിനെ ഓടിക്കാൻ വരെയുള്ള എന്തുണ്ട് നീം അഗർബത്തി. അത് കത്തിച്ചു വെച്ചാൽ അത് കത്തിയിരിക്കുന്നുണ്ടെന്നുള്ളത് കത്തിച്ചു വെച്ച വീട്ടുകാരറിയില്ല, പക്ഷെ കൊതുകിന് മനസ്സിലാവും. ആണോ അല്ലയോ? എത്ര പേര് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവും കൊതുകുവര്? വെരി ഗുഡ്. ഉപയോഗിക്കാത്ത ആൾക്കാർ ഇന്ന് തന്നെ ഒരു നീം അഗർബത്തി വാങ്ങി വീട്ടിൽ കൊണ്ട് കത്തിച്ചു വെച്ചോ. റൈറ്റ്. അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ 4000-ൽ കൂടുതൽ പ്രോഡക്റ്റുകളുണ്ട്. പിന്നെ എന്താണ്, ആ പ്രോഡക്റ്റുകളെല്ലാം ഹൈ ക്വാളിറ്റിയാണ്, റീസണബിളി പ്രൈസ്ഡ് ആണ്, എസെൻഷ്യലാണ്. നമുക്കിതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഉപ്പ്, മുളക്, ഗോതമ്പ് പൊടി, എണ്ണ, സോപ്പ് പൊടി, സോപ്പ് തുടങ്ങി പേസ്റ്റ് തുടങ്ങി ഇങ്ങനത്തെ പ്രോഡക്റ്റുകളൊന്നും ഇല്ലാതെ നമ്മുടെ ജീവിതമൊന്നും മുന്നോട്ട് പോകില്ല. അങ്ങനെയുള്ള എസെൻഷ്യൽ പ്രൊഡക്റ്റുകൾ, വളരെ നല്ല ക്വാളിറ്റി, വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ്, ഇങ്ങനെയൊക്കെ തരുന്ന കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച ദ വിഷണറി പേഴ്സൺ. ഞങ്ങൾ ഇദ്ദേഹത്തിനെ വെറും ഡയറക്ടർ എന്നല്ല വിളിക്കുക, അദ്ദേഹത്തിനെ ഞങ്ങൾ വിളിക്കുക വിഷണറി ഡയറക്ടർ എന്നാണ് വിളിക്കുക. അതിൻ്റെ കാരണം ഇദ്ദേഹം 2000-ൽ RCM തുടങ്ങിയ കാലത്ത് തന്നെ അദ്ദേഹത്തിന് അന്നറിയാമായിരുന്നു 2016-ന് ശേഷം ഗവൺമെൻറ് ഇങ്ങനെ പോളിസികളും റെഗുലേഷൻസിലൊക്കെ മാറ്റം കൊണ്ടുവരും, സെൻട്രൽ ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കും, മോണിറ്ററിംഗ് അതോറിറ്റി മാതിരിയുള്ള കാര്യങ്ങൾ വരും എന്ന് അദ്ദേഹത്തിന് എന്ന് മനസ്സിലായി 2000-ന് മനസ്സിലായി. RCM തുടങ്ങിയ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് മനസ്സിലായി. അന്ന് തന്നെ RCMനെ വരും കാലങ്ങളിൽ വരാൻ സാധ്യതയുള്ള ഈ ലീഗലിറ്റിയുമായിട്ട് വളരെ അധികം അടുത്ത് കിടക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു കാരണവശാലും കമ്പനിയുടെ പ്ലാനിലോ പ്രോഡക്റ്റിലോ ഒന്നും മാറ്റം വരുത്താത്ത രീതിയിൽ ഈ കമ്പനിയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്ന രീതിയിൽ അന്ന് മനസ്സിലാക്കി, 26 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കി അന്ന് അദ്ദേഹം RCM എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തു. പിൻകാലങ്ങളിലാണ് ഗവൺമെൻറ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും, ഇൻ്റർനാഷണലി പോയി കാര്യങ്ങൾ പഠിക്കുന്നു, ഇൻ്റർനാഷണലി മറ്റ് പല കൺട്രികളിൽ, മറ്റ് പല രാജ്യങ്ങളിൽ ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം ഇവിടെ അതോറിറ്റികളെ കൊണ്ടുവന്നു, കമ്മിറ്റികൾ ഫോം ചെയ്യുന്നു, പോലീസുകാരെ ഏർപ്പെടുത്തുന്നു, ഇതിൻ്റെ വക്കീലന്മാരെ ഏർപ്പെടുത്തുന്നു, പല ആളുകൾ ഇതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കമ്മിറ്റികളായിട്ട് ഫോം ചെയ്യുന്നു. അതിനെല്ലാം ശേഷം ഇതെല്ലാം പഠിച്ച ശേഷം ഇവർക്ക് മനസ്സിലായി RCM ആണ് ഏറ്റവും ബെസ്റ്റ് കമ്പനി. ഇത് അന്നേ മനസ്സിലാക്കിയ ഒരു പേഴ്സണാണ് തിലോക്ഷൻ ഛബ്ര, TC ഛബ്രജി. അദ്ദേഹത്തിന് നമ്മൾ പ്യാർസെ, സന്തോഷത്തോടെ സ്നേഹത്തോടെ വിളിക്കും TCG. ഹലോ, റൈറ്റ്. അദ്ദേഹം ഈ ഒരു ബിസിനസ് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് അന്നറിയില്ലായിരുന്നു ഈ ബിസിനസ് ഇത്രയും ഒക്കെ പോകുമെന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ മനസ്സ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, അദ്ദേഹത്തിന് ഈ ബിസിനസ്സിനോടുള്ള ഒരു ഒരു സാക്രിഫൈസിങ് മെൻറ്റാലിറ്റി, അതെല്ലാം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളും ഇന്ന് അദ്ദേഹത്തിനോടൊപ്പം കൂടിച്ചേർന്നു എന്നുള്ളതാണ്. സൗരഭ് ഛബ്രയും പ്രിയങ്ക അഗർവാളും ഇന്ന് നെക്സ്റ്റ് ജനറേഷൻ TCGയുടെ 2 മക്കൾ, അവരും ഇന്ന് RCMനോടൊപ്പം കൂടിയിരിക്കുകയാണ്. എല്ലാ RCMൻ്റെ പ്രവർത്തനങ്ങളിലും ഇന്ന് അവരും അച്ഛനോടൊപ്പം കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് RCMൻ്റെ കൂടെ നിൽക്കുകയാണ്.
അങ്ങനെ വന്നപ്പോൾ മൂർത്തി സാർ വിചാരിച്ചെന്നാൽ പിന്നെ ഞാനായിട്ട് എന്തിനാ മാറി നിൽക്കുന്നത്. മൂർത്തി സാർ പറഞ്ഞു, മോൻ പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവണം. അങ്ങനെ മോൻ MBBS ഒക്കെ പഠിച്ചു. MBBS ഒക്കെ പഠിച്ചു കഴിഞ്ഞ് അദ്ദേഹം ഡോക്ടർ ഹരി തന്നെ തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? ഞാൻ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ മാത്രം ചികിത്സിച്ചാൽ പോരാ, RCMലേക്ക് വരുന്ന എല്ലാവരുടെയും ഡോക്ടറായിട്ട് എനിക്ക് മാറണം. അങ്ങനെ അച്ഛൻ്റെ പാത പിന്തുടർന്ന് മകനും ഇറങ്ങി രംഗത്തേക്ക്. അഖില മാഡം കുറെ ശ്രമിച്ചു നോക്കി മൂർത്തി സാറെ പിടിച്ചു വെക്കാനായിട്ട്. അദ്ദേഹത്തിന് പിടിയിൽ കിട്ടിയില്ല. പണ്ട് എനിക്ക് കിട്ടില്ലായിരുന്നു, പിന്നെയല്ലേ അഖില മാഡത്തിന് കിട്ടില്ല. അങ്ങനെ ഈസി ആയിട്ട് കിട്ടില്ല. അദ്ദേഹം ഇറങ്ങി. അതേപോലെ തന്നെ നമ്മുടെ സുജിത് സാറ്, സുബിൻ ഇന്ന് വളരെ ആക്റ്റീവായിട്ട് രംഗത്തിറങ്ങി. വേണു സാറിൻ്റെ മകൻ വിപിനൊന്ന് എണീറ്റ് കൈവീശിക്കുക. ഇന്ന് നെക്സ്റ്റ് ജനറേഷൻ എനിക്ക് അറിയാവുന്ന 2-3 പേര് പറഞ്ഞേ ഉള്ളൂ. ഇന്നിവിടെ പല ആളുകളുടെയും മക്കൾ ഇന്ന് RCMലേക്ക് കടന്നു വന്നു കഴിഞ്ഞു. എൻ്റെ മകൻ BTech കഴിഞ്ഞ് ഡൽഹിയിലായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞു, റിസൈൻ യുവർ ജോബ്, നമുക്ക് ഒരുമിച്ച് RCM ബിൽഡ് ചെയ്യാം. അവൻ ആ ജോലി ഞാൻ പറയാൻ കാത്തിക്കായിരുന്നു. അവർ റിസൈൻ ചെയ്തെന്ന് പോകുന്നു. നമുക്ക് ഈ ധൈര്യം, കുട്ടികൾക്ക് ഈ RCM എന്ന് പറയുന്ന ഈ ബിസിനസ്സിലേക്ക് കുട്ടികളെ കൊണ്ടുവരാം എന്നുള്ള ധൈര്യം നമുക്ക് വരാൻ കാരണം ഈ കമ്പനിയുടെ പ്രസ്ഥാനം, എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ ബിൽവാരയിൽ രാജസ്ഥാനിൽ പോയി കണ്ടതുകൊണ്ടാണ്. ആ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഒക്കെ നേരിട്ട് പോയി കാണാൻ പറ്റിയതുകൊണ്ട്. അങ്ങനെ കണ്ട എത്ര പേരുണ്ട് ഇവിടെ? കുറേ ആളുകൾ പോയി കണ്ടിട്ടുണ്ട്. വെരി ഗുഡ്. കാണാത്ത ആൾക്കാർ അടുത്ത പ്രാവശ്യം കേരളത്തിലെ ലീഡേഴ്സ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോയി കാണാൻ വേണ്ടി പ്ലാൻ ചെയ്യണം. നേരിട്ട് കാണണം. അപ്പോഴാണ് നിങ്ങളുടെ അടുത്ത തലമുറ, നിങ്ങളുടെ മക്കളെ RCMലേക്ക് എങ്ങനെ കൊണ്ടുവരണോ വേണ്ടയോ എന്നൊക്കെയുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. കമ്പനിയുടെ പ്രൊഫൈൽ നോക്കി ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, കമ്പനിയുടെ പ്രൊഫൈൽ നോക്കി ചെയ്താൽ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും, പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിരിക്കും, എഡ്യൂക്കേഷൻ സിസ്റ്റം, ഗവൺമെൻറ് ഗൈഡ് ലൈൻസ്, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി ഒരു എത്തിക്കലായിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ കൂടെ നമുക്ക് ലോങ് ടേം പ്ലാൻ ചെയ്ത് ചെയ്യാൻ സാധിക്കും. എന്നാൽ എനിക്കെന്ത് കിട്ടും എന്ന് മാത്രം നോക്കി ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്കെന്ത് കിട്ടും. പല കമ്പനികളും നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി വലിയ പേ ഔട്ടുകളും വലിയ ഓപ്പർച്യൂണിറ്റീസും ഡ്രീംസും ഒക്കെ കാണിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികൾ. അങ്ങനത്തെ കമ്പനികളാണ് ഒരു 99% കമ്പനികൾ നമ്മുടെ നാട്ടിലുള്ളത്. ശ്രദ്ധിക്കണം. തട്ടിപ്പ് കമ്പനികളാണ് കൂടുതൽ. നമ്മൾ ഒരു കുറച്ച് നെല്ലോ വിതയോ അല്ലെങ്കിൽ വിളയോ എടുത്തിട്ട് ഒരു കൈപ്പിടിയിലെടുത്ത് ഒരു പാടത്തേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ മുളച്ചു വരുന്നത് എന്തായിരിക്കും? ആ ഇട്ട വിളയാണോ മുളച്ചു വരിക? ആണോ? അതിനേക്കാട്ടിലും കൂടുതൽ മുളച്ചു വരിക എന്താ? കളയായിരിക്കും കൂടുതൽ മുളച്ചു വരിക. ഈ കള മുളച്ചു വരാൻ വേണ്ടിയിട്ട് വല്ല വളവും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ കള മുളച്ചു വരാൻ വേണ്ടിയിട്ട് വല്ല വളം ചെയ്യണോ? ഒരു വളത്തിൻ്റെ ആവശ്യമില്ല. ഒരു വളവുമില്ലാതെ ഈ കള ഏറ്റവും സുന്ദരമായിട്ട് മുളച്ചിങ്ങനെ വരും. നമ്മൾ ഒരു വളവും ചെയ്യേണ്ട, അതിനൊരു വെള്ളവും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇട്ട വിത അതെവിടെ പോയിന്ന് പോലും കാണാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ വിതച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മുളച്ചു വന്നത് ഇങ്ങനത്തെ കളയാണ്. 90%, 95% തട്ടിപ്പ് കമ്പനികൾ അടിപൊളിയായിട്ട് മുളച്ചു വന്നു. അവർക്ക് വെള്ളവും വേണ്ട, വളവും വേണ്ട, ഒന്നും വേണ്ട. അവരങ്ങനെ മുളച്ചു വന്നു. അതിൻ്റെ ഇടയിൽ ഈ RCM എന്ന് പറയുന്ന പ്രസ്ഥാനമൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് കയറി വന്നതാണ്. പക്ഷേ നമുക്ക് ആവശ്യം ഏതാ? കളയാണോ വിളയാണോ? നമുക്ക് ആവശ്യം ഏതാ? ഹലോ, നമുക്ക് ആവശ്യം ഏതാ? വിളയാണ്. പക്ഷേ വിള നോക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കള തിന്ന് ചത്തുപോകും. റൈറ്റ്? അപ്പോൾ നോക്കി വേണം നമ്മൾ രംഗത്തേക്ക് ഇറങ്ങാൻ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പേ ഔട്ട്, അതായത് എനിക്കെന്ത് കിട്ടും എന്ന് മാത്രം നോക്കി ജോയിൻ ചെയ്യുന്ന ആൾക്കാർ പോയി കുടുങ്ങും. അവരെ ഒരു ഫാൻറ്റസി വേൾഡിൽ കൂടിയാണ് ഈ കമ്പനികൾ കൊണ്ടുപോവുക. ഓഡി കാറുകളിലും മെർസിഡീസ് ബെൻസ് കാറിലും ഒക്കെ പറന്ന് വന്ന് എൻട്രൻസിൽ അങ്ങനെ നിർത്തി അതിനകത്തുനിന്ന് അടിപൊളി മ്യൂസിക്കും ഒക്കെ വെച്ച് ഇങ്ങനെ കിട്ടുകിട്ടാ വറപ്പിച്ചും കൊണ്ട്
സ്റ്റേജിൽ വന്ന് നമ്മളെമാരൊന്നുമല്ല, അടിപൊളി മോട്ടിവേഷണൽ സ്പീച്ചൊക്കെ ചെയ്ത് അതിനകത്തെ പ്രോഡക്റ്റ് എന്താണ്, ഗുണമുണ്ടോ, കമ്പനി ഉണ്ടോ, അതിന് വല്ല നിലനിൽപ്പുണ്ടോ, ഇതൊന്നും നോക്കാതെ 1, 1.5, 2, 3 ലക്ഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ കാശൊക്കെ പോയി മറ്റ് പല ആളുകളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് കുടുങ്ങിപ്പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ കമ്പനി, നമ്മൾ ജോയിൻ ചെയ്യുന്ന കമ്പനിയുടെ പ്രൊഫൈൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നിങ്ങൾ നോക്കണം. ഗവൺമെൻറ് കൊണ്ടുവന്ന പോളിസി അത് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കണം. അതെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആർസി ബിസിനസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. ഒരു കാശ് പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റി എഴുതാൻ സാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആർസിമിൽ വളരാൻ വേണ്ടിയിട്ട് നമ്മളെ എങ്ങനെ വളർത്തണം. നമ്മൾ ആദ്യം കണ്ടു ഒരു സ്ലൈഡിൽ 50% കമ്പനിയാണെങ്കിൽ 50% എന്താണ്? ഹലോ, 50% കമ്പനിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി കിട്ടിക്കഴിഞ്ഞാൽ സംഗതി സെറ്റായി. പിന്നെ കമ്പനിയെ പറ്റി നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അവർ നമുക്ക് നല്ല നല്ല പ്രോഡക്റ്റുകൾ, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ തന്നോളും. 4000-ഓളം പ്രോഡക്റ്റുകൾ ഇന്ന് ആർസിം തരുന്നുണ്ട്. രണ്ടാമത് നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? കൈയൊന്ന് ഉയർത്തിയിട്ട് പറഞ്ഞേ, എന്നൊന്ന് പറഞ്ഞേ. ആരാണ് രണ്ടാമത്തെ 50%? ഞാൻ. എൻ്റെ വിജയത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കമ്പനിയുടെ പ്രോഡക്റ്റുകളോ കമ്പനിയുടെ അപ്ലൈനോ എന്നെ ആർസിമിലേക്ക് കൊണ്ടുവന്നതോ ഇതിൻ്റെ പിക്കപ്പ് സെൻ്ററുകളോ ഒന്നുമല്ല. എൻ്റെ ജീവിത വിജയത്തിൻ്റെ പാതി പങ്ക് അതെൻ്റെതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും അവരവരുടെ കഴിവുകളും അവരവരുടെ ഈ ആർസിഎം ബിസിനസ്സിനെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്നതിലുമാണ് പാതി പങ്ക് കിടക്കുന്നത്. നിങ്ങൾ ഏത് ടീമിൽ ജോയിൻ ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ആരുടെ കൂടെ നിന്നു എന്നോ നിങ്ങൾ എത്ര പ്രോഡക്റ്റ് വാങ്ങി എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ഓരോരുത്തരും നമ്മളെ എങ്ങനെ വളർത്തിയെടുത്തു. അപ്പോൾ എവിടെ ഫോക്കസ് ചെയ്യണം? വിജയിക്കണോ? ഹലോ, വിജയിക്കണോ? എത്ര പേർക്ക് വിജയിക്കണം? ഒന്ന് കൈ ഉയർത്തിയിട്ട് യെസ് ഐ എന്ന് പറഞ്ഞേ. വിജയിക്കണ്ടേ? വിജയിക്കണം. തോൽക്കാൻ ആരും തയ്യാറല്ല. എല്ലാവർക്കും വിജയിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെയാകുമ്പോൾ ഞാൻ എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആർസിഎം ബിസിനസ്സിൽ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ആർസിഎം ബിസിനസ്സിൽ വളരണം, വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും ലീഡർഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ നമ്മൾ സ്വിറ്റ്സർ കോർഡിനേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് മെഗാ ട്രെയിനിങ് പ്രോഗ്രാം ആണോ? നമ്മൾ ആർസിഎമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മൾ ഓരോരുത്തരും അടുത്ത ലെവലിലേക്ക് നമുക്ക് വളരാൻ പറ്റണം. ആ ലെവലിൽ നിന്നും അതിൻ്റെ അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലീഡർഷിപ്പിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരണം. നമ്പർ 1, നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അവരവരിൽ തന്നെയാണ്. ഫോക്കസ് ഓൺ യുവർ സെൽഫ്. പ്രോഡക്റ്റുകളിലോ കമ്പനിയിലോ ഒന്നുമല്ല, അവനിൽ ഫോക്കസ് ചെയ്യുക. എന്തെങ്കിലും എല്ലാ ദിവസവും സംതിങ് പുതിയതായിട്ട് പഠിക്കുക. എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കുക. അത് ഭാഷയാവാം, ഒരു പ്രോഡക്റ്റ് ആവാം, സിസ്റ്റം ആവാം, അല്ലെങ്കിൽ ഓൺലൈനിൽ എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യണം എന്നുള്ളതാവാം. സംതിങ് ന്യൂ. ഇന്നലത്തെക്കാട്ടിലും എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് നമ്മൾ ഇന്ന് പഠിക്കണം. പുതിയ ഭാഷ പഠിക്കാം. മലയാളം മാത്രമേ അറിയുള്ളൂ, കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുക, കുറച്ച് ഹിന്ദി പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലുള്ള ഭാഷ, തമിഴ്, കന്നഡ, അതിലേതെങ്കിലുമൊക്കെ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പഠിക്കുക. സംതിങ് ന്യൂ, എന്തെങ്കിലും ഓരോ ദിവസവും പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി നോക്കുക. ഇന്നലത്തെക്കാട്ടിലും എന്തെങ്കിലും ഒരു പേജെങ്കിലും ഒരു ബുക്കിൽ എക്സ്ട്രാ വായിക്കുക. ഇംപ്രൂവ്മെന്റ് ഓൺ യുവർ സെൽഫ്. നമ്മളിൽ തന്നെ നമുക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. ഹലോ, എക്സസൈസ്. നമുക്ക് എക്സസൈസ് ചെയ്യാം. സിഗരറ്റ് വലിക്കുന്നത് നല്ലതല്ല എന്ന് അറിയുന്ന എത്ര പേരുടെ ഇവിടെ? അത് സിഗരറ്റിന്റെ കച്ചവടം നിന്ന് പോയോ? ഇല്ല. അറിയുന്നത് കൊണ്ട് കാര്യമുണ്ടോ? അറിയുന്നത് കൊണ്ട് കാര്യമില്ല. ആ അറിഞ്ഞ കാര്യങ്ങളെ പ്രവർത്തനത്തിലേക്കും കൂടി കൊണ്ടുവരാൻ പറ്റും. ഇതിനാണ് വർക്കിംഗ് ഓൺ യുവർ സെൽഫ് എന്ന് പറയുന്നത്. പല ആളുകൾക്കും പല കാര്യങ്ങളിൽ പല വിവരമാണ്. ഇപ്പം വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്, ഫുട്ബോൾ. അത് എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും.
ഈ കഴിഞ്ഞ ഗെയിമിൽ ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടിയെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞ ഫ്രാൻസിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ആരൊക്കെയാണ് അതിനകത്ത് കളിക്കാർ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെയുള്ള പല ആൾക്കാർക്കും ഉണ്ടാവും. എന്തോ ഇല്ലയോ? പോകുന്ന വഴികളിൽ വലിയ വലിയ ബാനറുകൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അതിലേതെങ്കിലും ഒരു ബാനറിൽ എൻ്റെ ഫോട്ടോ വരണം എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചോ? ആരോ എവിടെയോ കളിക്കുന്ന ബാനറും പോസ്റ്ററും ഒക്കെ നോക്കി നമ്മൾ ആ പോസ്റ്ററൊക്കെ ഉയർത്തി നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റാരോ ചെയ്യുന്നത് കണ്ട് സന്തോഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അവരുടെ വലിയ വലിയ ഹോർഡിങ്സും വാർഡിങ്സും ഒക്കെ വെച്ചു അതൊക്കെ കണ്ട് സന്തോഷിക്കുക. ഈ സിനിമയൊക്കെ കണ്ട് നമ്മൾ അന്തം വിടുന്നതിന്റെ കാരണം എന്താ? ഈ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെയൊക്കെ സിനിമയുടെ അവിടെ പോയി സിനിമ ഹാളിൽ പോയി ഇരുന്നിട്ട് നമ്മൾ അന്തം വിട്ടിരുന്ന് കാണുന്നതിന്റെ കാരണം എന്താ? അങ്ങനെ ആവാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ ആരെങ്കിലും ചെയ്യുന്നത് കണ്ട് നമ്മൾ സന്തോഷിക്കുക. അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ 140 കോടിയിലധികം ആൾക്കാരുണ്ട്. കറക്റ്റാണോ? പറയാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ അപ്പോഴത്തേക്ക് അപ്പം തന്നെ 150 കോടിയിലേക്ക് പോയിട്ടുണ്ടാവും. നമ്മളിവിടെ ഇങ്ങനെ മത്സരിച്ച് കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെറ്റ് പെരുകുന്ന ഒരു കൺട്രിയാണ് നമ്മൾ. ഇഷ്ടം പോലെ മക്കള്. അപ്പൊ പറയാൻ പറ്റില്ല ഇന്നത്തെ പോപ്പുലേഷൻ അല്ല നാളത്തെ പോപ്പുലേഷൻ. 140ഓളം കോടി ആൾക്കാർ ഇന്ന് ഇന്ത്യയിൽ ഉണ്ടെന്ന് വിശ്വസിക്കാം. ഈ 140 കോടി ആളുകളിൽ ഒരു 300, 400, 500 പേര് മാത്രമേ ഈ സ്പോർട്സ് മേഖലയിലൊക്കെ ലീഡ് ചെയ്ത് നിൽക്കുന്നുള്ളൂ. അതിനകത്ത് ഇപ്പോൾ ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 10, 20, 30, 40 പേര് മാത്രമേ നാഷണൽ ലെവലിലേക്കൊക്കെ കയറി വന്ന ഒരു ടീമിലേക്ക് വരുന്നുള്ളൂ. ഇതാരും ഈ 40 പേര്? ഈ 140 കോടി ആളുകളിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട 400, 500 പേര് ഇവരാരാ? ഇവരെങ്ങനെ അവിടെ എത്തി? സച്ചിൻ തെണ്ടുൽക്കർ എങ്ങനെ സച്ചിൻ തെണ്ടുൽക്കർ ആയി? എങ്ങനായി? എങ്ങനെ മോഹൻലാലായി മാറി? എങ്ങനെ മൂർത്തി സാറായി മാറി? ഹലോ, എങ്ങനെ മാറി? നമ്മളെ പോലെ തന്നെ 2 കാലും 2 കൈയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മളൊക്കെ പഠിച്ചതിനെക്കാട്ടിലൊക്കെ മോശമായിട്ടാണ് ഇവരൊക്കെ പഠിച്ചത്. സച്ചിനൊക്കെ പഠിത്തത്തിൽ വളരെ മോശം. പക്ഷെ അദ്ദേഹം ഗോഡ് ഓഫ് ദ ക്രിക്കറ്റായിട്ട് മാറി. ഇന്ന് ലോകം അറിയുന്ന ഒരു വലിയ ക്രിക്കറ്ററായിട്ട് അദ്ദേഹം മാറി. നമ്മളിന്ന് വഴിയിൽ കൂടി പോകുന്ന സമയത്ത് കാണുന്ന വലിയ വലിയ ഫുട്ബോൾ കളിക്കുന്ന വലിയ വലിയ ആളുകളുടെ ലോകമെമ്പാടും അറിയുന്ന ആൾക്കാരുടെ വലിയ ഹോർഡിങ്സ് നമ്മൾ കണ്ട് സന്തോഷിക്കുന്നു. അവരെങ്ങനെ മാറി? ഹലോ, അങ്ങനെയായി? നമുക്കാവാൻ പറ്റുമോ? നമുക്കതിനുള്ള സാധ്യതകളുണ്ടോ? നമുക്കതിനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നോ? എന്തുകൊണ്ട് അവരങ്ങനെ മാറി? ഈ 140 കോടി ആളുകളിൽ നിന്നും അവർക്കുള്ള പ്രത്യേകത എന്താ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവരെന്ത് ചെയ്തു? ദേ ഫോക്കസ്ഡ് ഓൺ ദംസെൽസ്. അവരവരിൽ ഫോക്കസ് ചെയ്തു. അവരവരുടെ കഴിവുകൾ മികച്ചതാക്കാൻ വേണ്ടി ഓരോ ദിവസവും പ്രയത്നിച്ചു. നമ്മൾ അവരുടെ കഴിവ് കണ്ട് കൈയടിച്ചോണ്ടിരുന്നു. നമ്മൾ അവരുടെ പ്രദർശനങ്ങൾ കാണാൻ വേണ്ടി സിനിമാ തിയേറ്ററുകളിലും സീരിയലിന്റെ മുന്നിലുമൊക്കെ, അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ചിന്റെ മുന്നിലൊക്കെ നമ്മൾ അന്തം വിട്ടിരിക്കുന്നു. രാത്രി 1 മണി, 2 മണി, 3 മണി വരെ ഉറക്കളച്ചിരുന്ന് കണ്ട് രാവിലെ 11, 12 മണി വരെ പോത്ത് പോലെ കിടന്നുറങ്ങുന്നു. എന്നിട്ട് ഞാൻ ജീവിതത്തിൽ വിശ്വസിക്കുകയാണ്, എന്നെങ്കിലും ഒരു കാലത്ത് ഞാൻ രക്ഷപ്പെടും. എന്നായിരിക്കും ആ കാലം വരിക? എന്ന് വരും? നമ്മൾ നമ്മളുടെ മേൽ വർക്ക് ചെയ്യാൻ ആരംഭിക്കണം. ഇന്നലത്തെക്കാട്ടും ഒരു പടിയെങ്കിലും ഇന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. എന്തെങ്കിലും പ്രത്യേകമായിട്ട് മറ്റുള്ളവർക്കില്ലാത്ത എന്തെങ്കിലും ഒരു കഴിവിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പഠിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം വരിക. അതാണ് നമുക്ക് ആർസ്യം നമ്മുടെ മുന്നിൽ തരുന്നത്. ബി റെസ്പോൺസിബിൾ ഫോർ യുവർ സെൽഫ്. നമ്മൾ ചെയ്യുന്ന, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളുടെ ഓരോരുത്തരുടെയും തീരുമാനത്തിൻ്റെ ഫലം.
പല ആളുകളും ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈൻ്റെ മേലെ ഫുൾ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ അപ്ലൈൻ്റെ തലയിൽ അങ്ങോട്ട് മേലെ കിട്ടി. ഇയാൾ കാരണമാണ് ഞാൻ നശിച്ചു പോയത്. എവിടെയും ഇല്ലാത്ത പേരൻസ് പഠിപ്പോ വിദ്യാഭ്യാസമോ സ്കൂളിൻ്റെ വാതിൽ പോലും കാണാത്ത പേരൻസിൻ്റെ മക്കളായിട്ട് ജനിച്ച ആള് ഇന്ന് ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് മാറിയിട്ടുണ്ട്. എന്താ ആരാ? ഒന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദർ വെറും മീൻപിടുത്തക്കാരനായിരുന്നു. ചെറുപ്പകാലങ്ങളിൽ മകൻ പത്രങ്ങൾ വീട് തോറും പത്രങ്ങൾ ഇട്ടുകൊണ്ട് നടന്ന ആളായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് മാറിയോ? എങ്ങനെ മാറി? അയാളുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അയാൾ എടുത്തു. അല്ലാതെ ഞാൻ ഈ വീട്ടിൽ ജനിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ ടീമിൽ ജോയിൻ ചെയ്തതുകൊണ്ട് എൻ്റെ അപ്പനൊരു കിഴങ്ങനായതുകൊണ്ട് ഞാനും ഇങ്ങനെ ആയിപ്പോയി എന്നല്ല പറഞ്ഞത്. ഓരോരുത്തരും ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. സുജിത് സാറിന് ഞാൻ RCMന്റെ പ്ലാൻ കൊടുത്ത സമയത്ത് ഞാൻ കേരളത്തിലില്ല, ഞാനില്ല, മൂർത്തി സാറിനില്ല. അപ്പോൾ സുജിത് സാർ എന്ത് ചെയ്തു? ഞങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോ? ഇല്ല. എന്ത് ചെയ്തു? റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. നമ്മുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി നമുക്ക് ഏറ്റെടുക്കാൻ പറ്റിയാൽ നമ്മൾ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും. നമ്മൾ ഏത് കാലം വരെ മറ്റുള്ളവരുടെ ഷോൾഡറിൽ വെച്ച് ഫയർ ചെയ്യാൻ ശ്രമിക്കുന്നോ അത്രയും നമ്മൾ ഷൂട്ട് ചെയ്ത് താഴ്ന്നു. നമ്മൾ മറ്റുള്ളവരാൽ കൺട്രോൾ ചെയ്യപ്പെടും. നമ്മൾ മറ്റുള്ളവരുടെ മേലെ കംപ്ലൈൻറ്റുകളും ബ്ലെയിമുകളും ഇട്ടാൽ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ? സ്റ്റോപ്പ് കംപ്ലൈനിങ് ആൻഡ് സ്റ്റോപ്പ് ബ്ലെയിമിങ്. ടേക്ക് റെസ്പോൺസിബിലിറ്റി. അങ്ങനെയാണ് പറയാം. മൂന്നാമത്തത് റെസ്പെക്ട് ടൈം. സമയത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടൈം ഈസ് ഈക്വൽ ടു മണി. കേട്ടിട്ടുണ്ടോ? ടൈം ഈസ് ഈക്വൽ ടു മണി. പക്ഷേ നമ്മൾ എന്തെങ്കിലും സമയം ചെലവായി പോയല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? ഹലോ, സമയം സ്പെൻഡായി പോയി എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? ഇല്ല, കണ്ടിട്ടില്ല. അതേസമയം കാശ് ചെലവായി പോയി എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ എൻട്രിയിൽ 200 രൂപ, അയ്യോ 200 രൂപ പോയല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? ഈ 200 രൂപ ഇവിടെ കളക്ഷൻ ചെയ്തുകൊണ്ട് സുജിത് സാറിന് എത്ര കാശ് കിട്ടി എന്ന് ഇരുന്ന് കണക്കൂട്ടുന്ന ആൾക്കാർ. അതേസമയം ഇവിടെ വന്നിരുന്ന് പഠിക്കുന്ന 2-3 മണിക്കൂർ കൊണ്ട് എനിക്കെന്ത് കിട്ടി എന്ന് ആലോചിക്കുന്നവർ കുറവായിരിക്കും. നമ്മൾ കാശിനെ പറ്റിയിട്ടാണ് പറയുന്നത്, സമയത്തിനെ പറ്റി പറയുന്നതല്ല. എൻ്റെ ബാങ്കിൽ എത്ര കാശ് മിച്ചമുണ്ട് എന്നെനിക്കറിയാം, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇനി എത്ര സമയം മിച്ചമുണ്ട് എന്നെനിക്കറിയില്ല. ഹലോ, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എൻ്റെ കയ്യിൽ എത്ര കാശ് ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എത്ര സമയം ബാക്കിയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ സമയം, ടൈം ഈസ് ഈക്വൽ ടു മണിയാണ്. സമയവും പണവും ഒരേപോലെ വാല്യൂബിളാണ്. അതുകൊണ്ടാണ് പറയുന്നത് ടൈം ഈസ് ഈക്വൽ ടു മണി. പണ്ടുണ്ടാക്കിയ ഒരു ഇക്വേഷനാണ്. അപ്പം നമ്മൾ എങ്ങനെയാണോ കാശ് ചെലവാക്കുന്ന സമയത്ത് ടെൻഷൻ അടിക്കുന്നത്, അതേപോലെ തന്നെ സമയം പോകുമ്പോഴും നമ്മൾ ടെൻഷൻ അടിക്കണം. വേണ്ടിയോ? ചെലവായി പോകുന്ന പണം പോലെ തന്നെ ചെലവായി പോകുന്ന തള്ളിപ്പോകുന്ന സമയങ്ങളെ പറ്റി ആലോചിച്ചിട്ടും നമ്മൾ ടെൻഷൻ അടിക്കണം. പക്ഷേ ഇന്നെനിക്കൊരു 2 പേർക്ക് പ്ലാൻ കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ഇന്നെനിക്ക് 1000 രൂപയുടെ പ്രോഡക്റ്റ് ഒരു 10 പേർക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ടെൻഷൻ നിങ്ങൾ അടിക്കുന്നോ, നിങ്ങളെ സക്സസ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്നിവിടെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഞാനൊരു 4 പേരെങ്കിലും കണ്ടിട്ടേ വീട്ടിൽ പോകുന്നുള്ളൂ. സമയം, ടൈം ഈസ് വെരി വെരി പ്രഷ്യസ്. കാരണം എൻ്റെ ലൈഫിൽ, എൻ്റെ ജീവിതത്തിൽ ഇനി എത്ര സമയം ബാക്കിയുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ കാശിനെ പറ്റി മാത്രമേ അറിയുള്ളൂ. ടൈം ഈസ് വെരി പ്രഷ്യസ്. സമയത്തിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. കാശിനെ മാത്രം റെസ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. സമയത്തിന് ആരാണോ റെസ്പെക്ട് ചെയ്യുന്നത് അവരുടെ കൂടിയാണ് കാശ് വരിക.
ഈ ഒഴിവ് കഴിവും പറഞ്ഞ് പല എക്സ്ക്യൂസുകളും പറഞ്ഞ് ഇങ്ങനെ സമയം തള്ളി ഉന്തി മാറ്റുന്ന ആൾക്കാരുണ്ട്. തീരുമാനമെടുക്കാൻ, ആർസ്യം ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ വേണ്ടി വർഷങ്ങൾ കളയുന്ന ആൾക്കാരുണ്ട്. ആലോചിച്ച് മോഹൻലാൽ പറയുന്നത് ഇങ്ങനെ ചോദിച്ച് പോവാം. ഇങ്ങനെ ആലോചിച്ച് പോവാണ്. എന്താണ് ആലോചിച്ചത്? നാളെ രാവിലെ പല്ല് തേക്കണമെന്നോ, നാളെ കുളിക്കണമെന്നോ? എന്താണ് ആർസ്യം ബിസിനസ്സിൽ ആലോചിക്കാനുള്ളത്? 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യണ്ട. നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ചായപ്പൊടിയും പേസ്റ്റും ഇനി മുതൽ ആർസ്യമെന്ന് വാങ്ങി ഉപയോഗിക്കുക. എത്രയേ ഉള്ളൂ. കാണുന്ന ആൾക്കാരോടെല്ലാം ആർസ്യമിനെ പറ്റി പറയാം. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ബ്രാൻഡ് ഉപയോഗിക്കുന്നവരാണ്, ആർസ്യമിൻ്റെ ബ്രാൻഡ് ഉപയോഗിക്കൂ. ഇതാണ് മാർക്കറ്റിംഗ് പ്ലാൻ. സ്ഥിരമായിട്ട് ആർസ്യമിൻ്റെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ എല്ലാ 6 മാസം കൂടുമ്പോഴും നമുക്ക് ഫ്രീ പ്രോഡക്റ്റ് കമ്പനി തരും. ഇതിനൊക്കെ വേണ്ടി ഏത് സ്കൂളിൽ പോയാൽ ഇത്രയും സിമ്പിളായിട്ടുള്ള പ്ലാൻ നമ്മൾ പല ഒഴിവുകളും പറഞ്ഞ് തുടങ്ങണോ വേണ്ടോ, എന്ന് തുടങ്ങണം, ഇന്ന് വേണോ നാളെ വേണോ, ആലോചിച്ചിരിക്കുകയാണ്. പറയാം സാർ, ഞാൻ ഈ മാസം കുറച്ച് തിരക്കിലാണ്. ഈ മാസം കുറച്ച് തിരക്കിലായിട്ട് ഈ മാസം കുളിയില്ല, ഈ മാസം ഭക്ഷണം കഴിക്കില്ല, ഫുൾ തിരക്കാം. അല്ല സാർ, ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ആർസ്യമെന്ന് വാങ്ങി തന്നോളൂ. അല്ല, അതെന്ന് പറഞ്ഞാൽ അത് പല എക്സ്ക്യൂസ്. ആരോടാണ് ഈ എക്സ്ക്യൂസ് പറയുന്നത്? നമ്മൾ ആരെയാണ് ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നമ്മൾ പറയുന്ന ഓരോ ഒഴിവുകളും അവരവരുടെ ജീവിതത്തിനെ കുളം തോണ്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് പ്ലാൻ തന്നെ ആക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് പ്ലാൻ തന്നയാൾ നിങ്ങളില്ലെങ്കിൽ അടുത്ത ആൾ, ഇഷ്ടം പോലെ ആൾക്കാരാണ് കേരളത്തിൽ. ജീവിതത്തിൽ വളരണം, വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇനിയും കേരളത്തിൽ ഇഷ്ടം പോലെയാണ്. നമ്മൾ അവരെ തട്ടി നോക്കുക. ഈ ഒഴിവും പറഞ്ഞ്, ഈ എക്സ്ക്യൂസും പറഞ്ഞ് ഉന്തി തള്ളിക്കൊണ്ടൊന്ന് മീറ്റിങ്ങിൽ, അവർ മീറ്റിങ്ങിൽ വരണമെങ്കിൽ അവരുടെ ടിക്കറ്റിൻ്റെ കാശ് വരെ നമ്മൾ കൊടുക്കണം. ഇതൊക്കെ എന്നും മനസ്സിലാക്കി ആർസ്യം ചെയ്യും. സോ റെസ്പെക്ട് ദ ടൈം, സമയം, കമ്മ്യൂണിക്കേഷൻ. നമ്മളുടെ ടീമുമായിട്ട്, നമ്മൾ അപ്ലൈനുമായിട്ട്, നമ്മൾ കമ്പനിയുമായിട്ട് നമ്മൾ നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് കമ്മ്യൂണിക്കേഷൻ കട്ടായി പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മളെക്കാട്ടിലും പഠിപ്പും വിവരം കുറഞ്ഞ ആൾക്കാരായിരിക്കും നമ്മൾ അപ്ലയൻസ്, നമുക്ക് ആർസ്യം ബിസിനസ് തന്നയാൾ. നമ്മളെപ്പോലെ വാചാലനായിരിക്കില്ല, നമ്മളെപ്പോലെ ചിലപ്പോൾ പേഴ്സണാലിറ്റി ഒന്നും ഉണ്ടാവില്ലായിരിക്കും, ചിലപ്പോൾ മീശയൊക്കെ കുറച്ച് കുറവായിരിക്കും. യുവർ അപ്ലൈൻ ഈസ് യുവർ അപ്ലൈൻ. അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് നമ്മൾ എന്നും കൊടുക്കണം. അതല്ലെങ്കിൽ ജീവിതത്തിൽ തിരിച്ചടി വരും. ഒരിക്കൽ ഒരു മകൻ, അദ്ദേഹത്തിൻ്റെ പ്രായമായ അച്ഛൻ ഇങ്ങനെ പ്രായമായിട്ട് വീട്ടിലിങ്ങനെ കിടക്കുക, വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ ഈ അച്ഛനെ കൊണ്ട് കടലിലെറിയാം. അങ്ങനെ അദ്ദേഹം ആ അച്ഛനെ എടുത്ത് ഒരു കസേരയിലിരുത്തി കൊണ്ടുപോയി കടലിലെറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് കടലിലേക്ക് എറിയാൻ പോകുമ്പം അച്ഛൻ മേലെ ഇരുന്ന് കസേരയിലിരുന്നു, മോനെ നീ എന്നെ ഇവിടെ എറിയല്ലേ, കുറച്ചും കൂടി അപ്പുറത്തെറിഞ്ഞു, കാരണം എൻ്റെ അച്ഛനെ ഞാൻ ഇവിടെ എറിഞ്ഞത്, നീ എന്നെ കുറച്ചും കൂടി അങ്ങോട്ടെറിയും, അപ്പം നിന്റെ മകൻ നിന്നെ അതിനേക്കാട്ടിലും അപ്പുറത്ത് കൊണ്ടെറിയും. നമ്മളെ അപ്ലൈനെ നമ്മൾ റെസ്പെക്ട് ചെയ്താൽ നമുക്ക് 1000കണക്കിന് റെസ്പെക്ട് തിരിച്ചു കിട്ടും. നമ്മൾ അപ്ലൈനെ കുറ്റം പറഞ്ഞാൽ അതിൻ്റെ 10,000കണക്കിന് മടങ്ങ് നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കും. കമ്മ്യൂണിക്കേഷൻ ഒരു കാരണവശാലും എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം. കമ്മ്യൂണിക്കേഷൻ ഈസ് കണക്ടിവിറ്റി. കണക്ഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. അസോസിയേഷൻ നമ്മുടെ ജീവിത വിജയത്തിൽ വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അസോസിയേഷൻ. നമ്മൾ ആരുമായിട്ടാണ് കൂടി നടക്കുന്നത്. ജീവിതത്തിൽ തോറ്റ് തുന്നം പാടിയ ആൾക്കാർ, ഒരു കാരണവശാലും എന്തു കൊടുത്താലും ചെയ്യാതെ ഒഴിഞ്ഞു വരിവ് പറയുന്ന ആൾക്കാർ, ലേസി ആയിട്ടുള്ള ആൾക്കാർ, അലസന്മാർ, ഇവരെ കൂടെ നടന്നാൽ എന്താവും ജെ പി സർ? എന്താവും? മുല്ലപ്പൂമ്പൊടി ഏറ്റി കിടന്ന മുല്ലപ്പൊടിൻ്റെ മണമായിരിക്കും. വേറെ എണ്ണത്തിൻ്റെ കൂടെ പോയി കിടന്നിട്ട് ഞാൻ അതിൻ്റെ നാറ്റായിരിക്കും ഉണ്ടാവുക. നമ്മൾ ആരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ആരുടെ കൂടിയാണ് നടക്കുന്നത്? വിജയിച്ച ആൾക്കാരുടെ കൂടെ നടന്നാൽ നമ്മൾ വിജയിക്കും.
പരാജയപ്പെട്ട് ജീവിതം എങ്ങനെ ഇനി മുന്നോട്ട് പോകണമെന്ന് അറിയാത്ത ആൾക്കാരെ കൂടിയാണ് നമ്മളുടെ ദിവസമുള്ള സഹവാസമെങ്കിൽ അവർ നമുക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പറഞ്ഞു തരും എങ്ങനെ എന്നെ പോലെ ഈ കുഴിയിലോട്ട് വീഴാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കും അയാളുടെ കൂടെ തന്നെ അടുത്തൊരു കുഴി മാന്തിയിട്ട് അതിനകത്തോട്ട് കിടക്കാം. ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരുടെ കൂടെ നടക്കുകയും അവർ പറയുന്നത് കേട്ട് അവരെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ, അതുകൊണ്ടാണ് ശ്രീ സാറിൻ്റെ വീഡിയോയിൽ ഞാൻ കേട്ടിരുന്നു, ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരോടൊപ്പം ഒരു ദിവസം, അതാണ് ഇന്നത്തെ ദിവസം. ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരോടൊപ്പം ഒരു ദിവസം. ജീവിതത്തിൽ വിജയിച്ച ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ അയൽവാസികളോ നിങ്ങളുടെ വീട്ടിലോ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ ഇന്ന് ആദ്യം മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയ ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ കയറി സ്പോൺസർ ചെയ്യും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു ദിവസം ഉണ്ടാവും, ഭാര്യ ഉണ്ടാവും, ആർസിഎമ്മിൻ്റെ കുറേ പ്രോഡക്റ്റുകളൊക്കെ വീട്ടിൽ. അപ്പോൾ എടി, ഞാൻ കഴിഞ്ഞ ദിവസം ആർസിഎമ്മിനെ പറ്റി കേട്ടായിരുന്നു 2 വർഷം മുന്നേ. പിന്നെ നിങ്ങൾ എന്തായിരുന്നു ഇത്ര കാലം ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ 1 day early അസോസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസോസിയേഷൻ, അതേപോലെ early to rise. നമ്മൾ നേരത്തെ എണീക്കാൻ പഠിക്കണം. പല ആളുകളും രാവിലെ എണീറ്റ് വരുന്നത് തന്നെ ഒരു 10 മണി 9 മണി 10 മണിക്കാണ്. നമുക്കൊരു ദിവസം വർക്ക് ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഒരു 10-12 മണിക്കൂറാണ്, ആണല്ലോ. ഒരു 10-12 മണിക്കൂറേ ഒരു ദിവസം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എണീറ്റ് വരുന്നത് തന്നെ 9-10 മണിക്കാണ്. അര ദിവസം പോയി. പിന്നെ അവിടുന്ന് ഇറങ്ങി ഒരാളെയൊക്കെ കണ്ട് അയാൾക്ക് പ്രോഡക്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് രാത്രി. രാവിലെ ഒരു 4-5 മണിക്കൊക്കെ എണീറ്റ് ഒരു 6 മണിക്കൊരു എന്താണ് അതിൻ്റെ ഉദയക്കിരണം, എന്താണ് അജിതൻ സർ നടത്തുന്ന പ്രോഗ്രാമിൻ്റെ പേര്? വിജയമന്ത്രം. വിജയമന്ത്രം, ഉദയകിരണം, എന്തെങ്കിലും ഒരു ബഹാന കാരണം രാവിലെ എണീക്കാൻ വേണ്ടി. രാവിലെ ഒരു 4-5 മണിക്കെങ്കിലും നമ്മൾ രാവിലെ എണീക്കുന്നു. ഒരു 6 മണിയോട് കൂടി നമ്മൾ മീറ്റിങ്ങിലേക്ക് കയറുന്നു. ഒരു 7 മണി 7:30 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുന്നു. ആ ദിവസം എത്ര പ്രൊഡക്റ്റീവോ. early to rise, ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് എന്താണോ കിട്ടിയത് അതിലെന്നും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. ലീഡർഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. പലരും മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ സുഖമായിട്ട് ശ്വസിക്കുന്നു, സുഖമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പക്ഷേ ശ്വസിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടോ? കേട്ടില്ല? ഉണ്ടോ? ശ്വസിക്കാൻ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് അവർ ശ്വസിക്കുന്ന ശ്വാസത്തിന് കാശ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടിയിട്ട് അവർക്ക് കുഴലിൽ കൂടി ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? അപ്പം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗലഭ്യങ്ങൾ, നമുക്കിന്ന് ആർസിഎം എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് കൊണ്ടുവന്ന് തന്നയാൾ, നമുക്കിന്നുള്ള സൗഭാഗ്യങ്ങളെ നമ്മൾക്ക് അതിന് താങ്ക്ഫുൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ അത് കിട്ടാൻ പ്രയാസമായിട്ട് വരും. ആണോ അല്ലയോ? നമുക്കിന്ന് എന്താണോ കിട്ടിയത് അതിൽ നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം. നമുക്ക് ആർസിഎം എന്ന് പറയുന്ന ഈ സുന്ദരമായ ഓപ്പർച്യൂണിറ്റി, അത് ആരുമായിക്കോട്ടെ, കൊണ്ടു തന്ന ആളോട് നമ്മൾ എന്നും താങ്ക്ഫുൾ ആയിരിക്കണം. ആ താങ്ക്ഫുൾനെസ് ആണ് നമ്മളുടെ ആർസിഎമ്മിലുള്ള വളർച്ച. അതിന് എന്ന് നമ്മൾ നിന്ദിക്കാൻ തുടങ്ങുന്നോ നമ്മുടെ തകർച്ച സ്റ്റാർട്ട് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. ലേൺ ഫ്രം എക്സ്പീരിയൻസ്. നമുക്കുള്ള കയ്പും മധുരവുമുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് അത് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റണം. മൈൻഡ് ടു ഹെൽപ്പ് അതേഴ്സ്. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ്. ഒരിക്കൽ ഒരച്ഛൻ അയാളെ മോനെ പിടിച്ച് അടിക്കുക. ഈ ചെക്കനാണ് കിടന്ന് ആർത്ത് കരയാം, കരച്ചിലോട് കരച്ചു. അപ്പോൾ അയൽവാസികൾ പറഞ്ഞു, അല്ല ഭായി, ആ ചെറിയ ചെക്കൻ എങ്ങനെ പിടിച്ചടിക്കുന്ന ഒരു എന്താണ് ഒരു കണ്ണിച്ചോരല്ലാണ്ട് അടിക്കുന്നത്? പറയാം, അവൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് നാളെ വരും. എക്സാമിൻ്റെ റിസൾട്ട് നാളെയല്ലേ വരുന്നത്. ഇപ്പോൾ ഇന്നെന്തിനടിക്കുന്നത്? ഞാൻ നാളെ സ്ഥലത്തുണ്ടാവില്ല.
പലരും ജീവിതത്തിൽ അവരുടെ പ്രീവിയസ്, അതായത് ആ ചെക്കൻ ഏത് എക്സാം എഴുതി കഴിഞ്ഞാൽ തോക്കുന്നവനാണ്. അപ്പൊ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവൻ തോക്കാനാണ് സാധ്യത. അപ്പൊ ഇന്നേ കൊടുത്തിട്ട് പോവാണ് മൂപ്പര്, നാളെ സ്ഥലത്തുണ്ടാവില്ല. നമ്മളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് അത് വെച്ചിട്ട് നമ്മൾ പഠിക്കണം. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? എന്തുകൊണ്ട് എന്നെ ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ കൂടെ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല? എന്നെ വിട്ട് ആളുകൾ പോകാനുള്ളതിൻ്റെ കാരണം എന്ത്? അത് ഞാൻ അനലൈസ് ചെയ്ത് പഠിക്കണം. ലേൺ ഫ്രം ദി എക്സ്പീരിയൻസ്. അതിൽ നിന്ന് പഠിക്കണം. നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനും അവരെ മുന്നോട്ട് പോകാനുമുള്ള ഒരു ചവിട്ടുപടിയായിട്ട് നമുക്ക് മാറാൻ പറ്റണം. എത്തിക്സ് ആൻഡ് ഡിസിപ്ലിൻ. എത്തിക്സ് ആൻഡ് ഡിസിപ്ലിൻ നമ്മളുടെ ബിസിനസ്സിൻ്റെ ചോർച്ച, അല്ലെങ്കിൽ പല ആളുകളും ബിസിനസ് ക്യാരിങ് എ ലീക്കിംഗ് ബക്കറ്റ് എന്നാണ് പറയാറ്. എത്തിക്സും ഡിസിപ്ലിനും നമ്മുടെ ഭാഗമായിട്ട്, അതിനാണ് നമ്മൾ ആർസിഎം ബിസിനസ്സിൽ കാർഡിനൽ റൂൾസ് എന്ന് പറയും. സിസ്റ്റത്തിലല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. ലേഡീസിനെ ഒന്നും റെസ്പെക്റ്റ് ചെയ്യുക, കാശിനെ ഒന്നും റെസ്പെക്റ്റ് ചെയ്യുക. റെസ്പെക്ട് ദ മണി, റെസ്പെക്ട് ദ ലേഡീസ്. നമ്മളെ കൂടെ വരുന്ന ലേഡീസ്, കുടുംബങ്ങൾ, ഫാമിലി, അവരെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും. കാർഡിനൽ റൂൾസിൽ അതാണ് പഠിപ്പിക്കുന്നത്. നമ്മളെ കൂടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുള്ള പല ആൾക്കാരും പല വേദികളിൽ നിന്നും വരും, പല തുറകളിൽ നിന്നും വരും. പല ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. ആ ബുദ്ധിമുട്ടുകളെ എന്താണ് അതിനെന്താ പറയാ, ആ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ നമ്മൾ എൻകാഷ് ചെയ്യാൻ ശ്രമിക്കരുത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ചിലപ്പം തടവായിട്ട് വന്നേക്കാം. ലീഡർഷിപ്പിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് നന്നാവും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത്? ഹലോ, ആരും ഒന്നും പറഞ്ഞില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? വിജയിക്കണം. യെസ് ഓർ നോ? എത്ര പേര് വിജയിക്കണം? എത്ര പേർക്ക് വിജയിക്കണം? എത്ര പേർക്ക് വിജയിക്കണം? ഒന്നും അങ്ങോട്ട് വന്നില്ലല്ലോ, ഒന്നും ഉറക്കെ പറഞ്ഞേ. എനിക്ക് വിജയിക്കണം. ഐ വാണ്ട് ടു ബി സക്സസ്ഫുൾ. ജീവിതത്തില് വിജയിക്കാൻ വേണ്ടി എല്ലാവർക്കും അവസരം കിട്ടും. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരേപോലെയാണ് ആർസിഎം എന്ന് പറഞ്ഞ ഈ അവസരം വന്നിരിക്കുന്നത്, ഒരേപോലെ. പക്ഷേ ഇപ്പം ജീവിതത്തിൽ നമ്മളിപ്പം എന്താണോ അതിൽ നിന്നും മാറി നമ്മൾ വിജയത്തിൻ്റെ പാതയിലേക്ക് കയറി വിജയിച്ച് വളർന്നു പോകണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രോസസ്സാണ്. ആണോ അല്ലയോ? അതൊരു പ്രോസസ്സാണ്, എളുപ്പമല്ല. ആർക്കും നമ്മളിൽ ആരെയും ഇവിടുന്ന് ഇങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് മോനെ നീ ഇവിടെ ഇരുന്നോ, നീ ഡയമണ്ടായി, അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല. കറക്റ്റാണ് ഹേമന്തിനെ സുജിത് സാർ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഹേമന്തി ടുഡേ ഓൺവേർഡ്സ് യു ആർ റൂബി, ഇങ്ങനെയാണ് പറഞ്ഞത്. എത്രയോ രാത്രികൾ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തിട്ടില്ലേ? എത്രയോ യാത്രകൾ റിസർവേഷൻ ഇല്ലാണ്ട് നിന്നും ഇരുന്നും കടന്നും ഒക്കെ പോയിട്ടില്ലേ? ഒരിക്കലും ജീവിതത്തിൽ വിജയം നമുക്കിങ്ങനെ കൊണ്ടുവന്നല്ലോ മേ ആ ഗയ അങ്ങനെ തരില്ല. അതൊരു പ്രോസസ്സാണ്. ഒരു ഇരുമ്പിൻ്റെ കമ്പി കത്തിയായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അതിനെ ചൂളയിലിട്ട് കത്തിച്ച് ചൂടാക്കി അടിച്ച് പരത്തി, അല്ലേ ഷിജു? അതല്ലേ? അടിച്ച് പരത്തി അതിനെ കത്തിയാക്കി മാറ്റി, കൊടുവാളാക്കി മാറ്റി, ഇരുതല മൂർച്ചയുള്ള വാളാക്കി മാറ്റി. ഏതിനാ വില കൂടുതൽ? വേണു സർ, ഏതിനാ വില കൂടുതൽ? ഇരുമ്പിനാണോ വാളിനാണോ? ആ ഇരുമ്പ് തന്നെയാണ് വാള്. പക്ഷെ ഇരുമ്പായിരുന്നെങ്കിൽ അത് തൂക്കിയിട്ട് വില, പക്ഷെ അത് വാളായി മാറിയപ്പം അതിൻ്റെ വില മാറി. അതാണ് ഈ സക്സസ് എന്ന് പറയുന്ന ആ ഒരു ജർണി. അതൊരു പ്രോസസ്. ആ പ്രോസസ്സിൽ കൂടി കടന്നിങ്ങനെ പോകുമ്പം നല്ലോണം ചൂടാവും. ചില ആളുകൾ അടിക്കും, പരത്തും. ഇതിനൊക്കെ നമ്മൾ തയ്യാറാണെങ്കിൽ
ഹേമൻജിയെ പോലെ, മൂർത്തി സാറിനെ പോലെ, സുജിത് സാറിനെ പോലെ നിങ്ങൾക്കും ഒരു ദിവസം കോട്ടും ഷർട്ടും ഒക്കെ ഇട്ട് ആ സിനിമയുടെ വേദികളിൽ വരാം. എനിക്കിവിടെ സംസാരിക്കാൻ ഒരു അവസരം തന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ജയ ആർ സി.